നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ഗ്രേപ്പ് മുന്തിരി കളർ പരിചയപ്പെടാം. അതെ, ഇതിന്റെ ഡീറ്റെയിൽസ് 2017 മോഡലാണ്. സെയിം വേരിയന്റ് തന്നെ വരുന്നത്. GX ഓട്ടോമാറ്റിക് തന്നെയാണ്. സെറ്റിലേക്ക് കൺവെർട്ടർ ആണ്. ഷെഡിലേക്ക് കൺവേർട്ടർ. അതെ അതെ അതെ. 500 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഹാൻഡ് പ്രീമിയം കാർ എന്നുള്ള ഒരു സെഗ്മെന്റിൽ പെടുത്താൻ പറ്റിയ കാർ. പിന്നെ നിങ്ങൾക്ക് തപ്പിയാ കിട്ടൂല. വെറും 500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഇത് ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. 23 മോഡലാണ്. കഴിഞ്ഞ മാസം എന്ന് പറയാം. ആ രീതിയിൽ GLA 250. അതെ അതെ. ഇതിന് ഇയറും കാര്യങ്ങളൊക്കെ 2016 മോഡലാണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു കിടുക്കാച്ച് വണ്ടി പരിചയപ്പെടാം. നല്ല ബ്ലാക്ക് കളർ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ വരുന്ന സോണറ്റിലെ. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ? വെറും 12,000 ഓടിയിട്ടുള്ളൂ. ഹലോ ഗൈസ്, അർബൻ ഡ്രൈവിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എന്റെ എല്ലാ ചങ്കോൾക്കും സ്വാഗതം. നമ്മൾ ഈ തല മുതൽ ആ തല വരെയുള്ള എല്ലാ വണ്ടികളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. 6 ഓടി, അത് അവിടെ ഒരു 3 ഇന്നോവ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. 5 ലക്ഷം റുപ്യക്ക് കൊടുക്കാൻ പറ്റുന്ന ഇന്നോവയ്ക്ക് നമ്മളിതാ ഇന്ന് കാണിക്കാൻ പോകുന്ന ഉള്ളിലൊരു ലോകം തന്നെ ഉണ്ട്. ഒരുപാട് പ്രീമിയം വണ്ടികളും സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളും ഉള്ളിലുണ്ട്. വെറും 500 കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ ചങ്ങായിമാരെ ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആഷിഖ് ബ്രോ മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് നമ്മളെ ഷോറൂമിലെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞെടുത്തോ. വളാഞ്ചേരി കാവുമ്പറം എന്ന സ്ഥലത്താണ്. കാവുമ്പറം വളാഞ്ചേരി 2 കിലോമീറ്റർ ഉള്ളൂ കാവുമ്പറത്തേക്ക്. കാവുമ്പറം എന്നുള്ള ലൊക്കേഷനിലായിരുന്നു. അർബൻ ഡ്രൈവ് എന്നാണ് ഷോറൂമിന്റെ പേര്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. നമുക്കൊരു പ്രീമിയം വാഹനത്തിൽ തന്നെ തുടങ്ങാം. GLA 250. ഇതിന് ഇയറും കാര്യങ്ങളൊക്കെ 2016 മോഡലാണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ RC ഓണർ ആണ്. നിലവിലെ NOC ലാണ് ഇപ്പൊ ഉള്ളത്. റിയലിലേക്ക് നമുക്ക് കേരള വെഹിക്കിളായിട്ട് മാറ്റിയിട്ടില്ല. കിലോമീറ്റർ 64,000 കിലോമീറ്റർ ആകും. അതെ, കറക്റ്റ് സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. വെഹിക്കിൾ കാണുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ക്വാളിറ്റി വാഹനം തന്നെയാണ്. വെറും 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ 5 സീറ്റർ ആണല്ലോ വരുന്നത്. അതെ, 5 സീറ്റർ വരുന്നത്. ഇതിന്റെ ഡിക്കി സ്പേസ് ഒരു അപാര ഡിക്കി സ്പേസ് ആയിരിക്കും. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ആ ക്വാളിറ്റി തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം. അതെ അതെ അതെ. ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം സെഗ്മെന്റ് തിരഞ്ഞെടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ധൈര്യത്തിൽ വന്നിട്ട് ഒരു പ്രീമിയം വാഹനം. എത്ര ആസ്കിംഗ് പ്രൈസ് വരുന്നത്? 35 ആണ്. 35 ലക്ഷം ആണ് വരുന്നത്. അതിൽ എന്തെങ്കിലും കുറച്ച് വരെ. പിന്നെ തീർച്ചയായിട്ടും 1 crore എബോവ് കിടക്കുന്നു. എബോവ് വരുന്ന വാഹനമാണ്. തീർച്ചയായിട്ടും അഫോർഡബിൾ ആയ ഒരു പ്രീമിയം വാഹനം നോക്കി നടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടി. തീർച്ചയായിട്ടും. നമ്മൾ പറഞ്ഞ റേറ്റിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കും. നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഫിനാൻസ് നമുക്ക് മാക്സിമം ലോണിൽ നമുക്ക് ഇറക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ക്രിസ്റ്റ പരിചയപ്പെടാം. ഒരുപാട് ആവശ്യക്കാരുള്ള വാഹനമാണ് ക്രിസ്റ്റ. ഇത് ഏതായിരുന്നു? 2018 മോഡൽ GX ഓട്ടോമാറ്റിക് ആണ്. GX ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 8 സീറ്റ് ആണല്ലോ വരുന്നത്. അതെ അതെ. അത് സെറ്റിലേക്ക് കൺവേർട്ടർ ആണ് വെഹിക്കിൾ വരുന്നത്. 2018 മോഡൽ. റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി പക്ക ഹിസ്റ്ററി കാര്യങ്ങൾ അവൈലബിൾ ഉള്ള വെഹിക്കിൾ. ഓണർഷിപ്പ് 3 ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ 3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫാമിലി തന്നെ അങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുള്ള RC ചേഞ്ച് ചെയ്തിട്ടുള്ള ഓണർഷിപ്പ്. സത്യം പറഞ്ഞാൽ സിംഗിൾ ഓണർ നമുക്ക് പറയാം. അതെ അതെ. അത്യാവശ്യം കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ അല്ലേ? ഒക്കെ അവൈലബിൾ. 89,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് 21 lakhs ആണ്. എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുത്തിട്ട് 20.5 ലെവലൊക്കെ ചെയ്ത് കൊടുക്കാം. കസ്റ്റമേഴ്സ് നേരിട്ട് വന്ന് എന്തായാലും നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുക്കും. ലോൺ കിട്ടും. പിന്നെ ലോൺ നമുക്ക് 90% ഏകദേശം ഒരു 16-17 റേഞ്ചിലായിട്ട് നമുക്ക് ലോണും കിട്ടും. അതെ. അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തട്ടുമുട്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ഹിസ്റ്ററി അവൈലബിൾ വെഹിക്കിൾ. ഒരു സ്ക്രാച്ചോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ടയർ ഒരു 80-90% ടയറും ഉണ്ടാവില്ലേ? അതെ അതെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ഗ്രേപ്പ് മുന്തിരി കളർ പരിചയപ്പെടാം. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് 2017 മോഡലാണ്. സെയിം വേരിയന്റ് തന്നെ വരുന്നത്. GX ഓട്ടോമാറ്റിക് തന്നെയാണ്. സെറ്റിലേക്ക് കൺവേർട്ടർ ആണ്. ഷെഡിലേക്ക് കൺവേർട്ടർ. അതെ അതെ അതെ. ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് RC ഓണർ ആണ്. ഓട്ടം 120 കിലോമീറ്റർ 120. അതെ അതെ. റീപ്ലേസ്മെന്റ് സർവീസ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക കമ്പനി സർവീസ് തന്നെ. എത്ര 130 ഓടിയില്ല പ്രോപ്പർ കമ്പനി സർവീസ് അതേപോലെ കൊടുക്കുന്നുണ്ട്. അത് കമ്പനി സർവീസ് ഹിസ്റ്ററി നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും നമ്മൾ എടുക്കുന്നുണ്ട്. നേരിട്ട് നമ്മൾ കസ്റ്റമർ വന്നാൽ ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കില്ലേ? എല്ലാ രീതിയിലും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കസ്റ്റമർ പർച്ചേസ് ചെയ്താൽ മതി. അതെ അതെ. ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും വരുന്നുണ്ട്. സ്റ്റീരിയോ AC ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? ഫുൾ ക്ലിയർ.
എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് 20 lakhs ആണ്. ഏകദേശം ഒരു 19 റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ ആ പറ്റും. റേഞ്ചിന് തീർച്ചയായിട്ടും നമുക്ക് ഹുണ്ടായുടെ ക്രെറ്റ പരിചയപ്പെടാം. ഇപ്പൊ പുതിയത് ഇറങ്ങി, എന്നാൽ ഇതിന് ഒരുപാട് ആരാധകരുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും എൻക്വയറീസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു മോഡലും കൂടിയാണ്. നമ്മുടെ അടുത്ത് നിലവിൽ ഇപ്പോൾ 2-3 വെഹിക്കിൾസോളം നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈടായിട്ട് 2 ഓൾറെഡി സെയിലായി. ഇനിയിപ്പോ ഇതും കൂടി ഉള്ളൂ നമുക്ക് ക്രെറ്റ ആയിട്ടുള്ള വരുന്നത് 2021 മോഡലാണ്. 21 ഡോക്ടർ യൂസ് ആണോ? അതെ തീർച്ചയായിട്ടും. ഓണർഷിപ്പ് തേർഡാണ്. ഓക്കെ. എങ്കിലും ആ ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ വെഹിക്കിളിന്റെ ക്വാളിറ്റിയോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ക ക്ലിയർ വെഹിക്കിൾ. തേർഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും വണ്ടിക്ക്? റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ഉള്ള വെഹിക്കിൾ. അതെ. ടയർ ആവറേജ് 80-90% ടയർ ഉണ്ടല്ലോ. ഡിഫോഗർ, റിയർ വൈപ്പർ തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏത് ഓപ്ഷൻ വണ്ടി? ഇതില് ഫുൾ ഓപ്ഷൻ നേരെ തരത്തിലുള്ള XX എന്നുള്ള ഓപ്ഷൻ ആണ് വരുന്നത്. SX എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണല്ലേ? ഇത് അലോയ് വീലാണോ? വീലാണോ? അലോയ്. അതെ അതെ. അലോയിലല്ലാത്ത അലോയിഡ് വീലാണ്. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ഇന്റീരിയർ ഒക്കെ പക്ക ക്ലിയർ ഇന്റീരിയർ, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്തൊരു ഇന്റീരിയർ കാര്യങ്ങളാണ്. ബട്ടൺ സ്റ്റാർട്ട് തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തിട്ടുള്ള വാഹനമാണ്. ഇത് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 12 ആണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ പറ്റും. നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ലോൺ കിട്ടും വണ്ടിക്ക്? പിന്നെ 10 lakhs ലോണും ചെയ്യാം. പക്ക കമ്പനി സർവീസ് ഉള്ള വെഹിക്കിളാണ്. 40,000 റേഞ്ചിലായിട്ട് ഓടിക്കും. നമുക്ക് ഹുണ്ടായുടെ വെർണ പരിചയപ്പെടാം. ഇത് പുതിയത് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് 500 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതെ അതെ. ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെ 500 കിലോമീറ്റർ ഓടിയ ഒരു സെക്കൻഡ് പ്രീമിയം കാർ എന്നുള്ള ഒരു സെഗ്മെന്റിൽ കൊടുക്കാൻ പറ്റിയ കാർ. നിങ്ങൾക്ക് തപ്പിയാ കിട്ടൂല. വെറും 500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഇത് ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. 23 മോഡലാണ്. കഴിഞ്ഞ മാസം എന്ന് പറയാം, ആ രീതിയിൽ തന്നെ പറയാം. കഴിഞ്ഞ 2 മാസം മുന്നായിട്ട് ഇറങ്ങിയ ഒരു 23 മോഡല് വെർണായിട്ട് ഫുള്ളോട് വെഹിക്കിളാണ്. മൊത്തം വണ്ടി അങ്ങനെ ഏകദേശം 2 ലക്ഷം 2 ലക്ഷം രൂപയോളം നമ്മൾ കുറച്ച് 2-3 ലക്ഷം രൂപയോളം കുറച്ചിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമറുടെ. അത്യാവശ്യം ബെനിഫിറ്റ് ആണ് പുതിയ വണ്ടി എടുക്കുന്നത്. ഓക്കെ. നല്ല അടിപൊളി അട്രാക്റ്റീവ് കളറാണ്. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. വെറും 500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മൈലേജ് ഏകദേശം ഒരു 14-15 റേഞ്ചിലായിട്ട്. 15 ഹൈബ്രിഡ് ആണ്. 15 മേലൊക്കെ നോക്കാം, കിട്ടും. ഇപ്പൊ ടൈലറ്റും കാര്യങ്ങളൊക്കെ ഒരു പക്ക വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഹനം അല്ലേ? ഒരു പ്രീമിയം വാഹനം. അതെ അതെ തീർച്ചയായിട്ടും. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ വെർണ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കസ്റ്റമേഴ്സ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ വേറെ ലെവൽ ഇന്റീരിയർ ആണ്. ഇത് ഒരു പക്ക ഒരു ലക്ഷറി, ഒരു ഓടിന്റെ ഒക്കെ ഒരു ഫീല് കാണുമ്പോ. ഇത് എത്രയാണ് ഇപ്പൊ നമ്മള് ആസ്കിംഗ് പ്രൈസ്? വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് നമുക്ക് 19 റേഞ്ചിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കത് കസ്റ്റമർക്ക് ഒരു ബെനിഫിറ്റ് ഉള്ള രീതിയിൽ നമുക്ക് കുറച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 18 ലെവലിൽ ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. 18 ലെവലിൽ ചെയ്യാൻ പറ്റും. ടോട്ടൽ 21 ലാഖിന്റെ റേഞ്ചിലായിട്ട് നമുക്ക് ഓൺ റോഡ് വരുന്ന ഒരു മോഡലാണ്. അത് 23 മോഡൽ പറഞ്ഞാൽ സെക്കൻഡ് ആയിട്ടില്ല. ഇത് സെക്കൻഡ് അല്ല. അതെ പുതിയത് തന്നെ പറയാം. സർവീസ് ചെയ്തിട്ടില്ല. അതെ അതെ. എത്ര പെട്ടെന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമായത്? അതാണ് അർബൻ ഡ്രൈവിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ അടുത്തുള്ള എല്ലാ വെഹിക്കിൾസും ചെറിയ കിലോമീറ്റർ ഓടിയ വെഹിക്കിൾസും അതുപോലെ ക്വാളിറ്റിയുള്ള വെഹിക്കിൾസും മാത്രമേ ഇവിടുന്ന് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും. ഇവിടെ ഉള്ള എക്സ്പ്രസോ 2000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതുപോലെ ഇപ്പൊ ഈ വരുന്ന 500 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ ഒരുപാട് വെഹിക്കിൾസ്. സോണറ്റ് വെറും 12,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതായത് ഒരു പുതിയ വെഹിക്കിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ധൈര്യത്തിൽ വന്നിട്ട് ഒരു പ്രിയോഡ് കാറിന്റെ ഷോറൂമിൽ നിന്ന് തന്നെ ന്യൂ കാർ കൊടുക്കുന്ന രീതിയിൽ ഡെലിവറി ചെയ്തു പോകാം. വീണ്ടും നമുക്കൊരു സാലറി പരിചയപ്പെടാം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2 സാലറി കാണിച്ചിട്ടുണ്ട്. അതെ. നമുക്ക് വേറെ സാലറി നമുക്ക് പരിചയപ്പെടാം. 2020 മോഡലാണ്. സാലറി VXI ഓട്ടോമാറ്റിക് ആണ്. ആകെ 20 മോഡൽ 20,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ഓണർ ആണ്. ഒരു ലേഡി യൂസ് ചെയ്തിരുന്നതാണ്. അപ്പൊ ലേഡീസ് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ വാഹനമാണ് സെലേറിയോ ഓട്ടോമാറ്റിക്. ചെറിയൊരു വാഹനം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വരികയാണെങ്കിൽ നല്ലൊരു പുത്തം പുതിയ ഇന്റീരിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ ചെയ്യുന്ന വാഹനമാണ്. ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 5.75 നമ്മൾ 5.75 നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു 5.5 റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി ആക്കാൻ സാധിക്കും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. പിന്നെന്താ ഒരു 5 lakhന്റെ ഉള്ളിലായിട്ട് നമുക്ക് ലോണും ചെയ്യാം. പറഞ്ഞ റേറ്റിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കും ചെയ്യാം. നെഗോഷ്യബിൾ ആണ്. നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ ചെറിയൊരു പ്രൈസിൽ ഒരു മിനി SUV നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ് എക്സ്പ്രസോ. അതെ അതെ. എക്സ്പ്രസോ VXI പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ഫുൾ ലോഡ് വെഹിക്കിൾ ആണ്. ഫുൾ ലോഡ് വെഹിക്കിൾ ഓട്ടോമാറ്റിക് ഓപ്ഷനാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ടയർ ഫുള്ളും ഉണ്ടല്ലേ? അതെ. മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ വെറും 2000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഫസ്റ്റ് സർവീസും. അതെ അതെ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് നമുക്ക് 90 രൂപയുടെ ആക്സസറീസ് വരെ ഇതിന്റെ മുകളിൽ ആഡ് ഓൺ ചെയ്തു. പിന്നെ അതും മാരുതി ജെന്യുവിൻ ആക്സസറീസ് ആണ്. അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അലൈവീല് സീറ്റ് കവർ, സൈഡ് ബീഡിംഗ്, റെയിൻ ഗാർഡ്, അങ്ങനത്തെ എല്ലാ ഒരുവിധം എല്ലാ 190,000 ചെയ്തിട്ടുണ്ട്. വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. ലേഡീസിനും
ഒരുപാട് പേർക്ക് നല്ല ഒരു സിറ്റി യൂസും ഫാമിലീസിനും ഒക്കെ പറ്റിയ വാഹനമാണ്. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ് നമ്മള്? നമ്മള് ഐസ്ക്രീം പ്രൈസ് വരുന്നത് 660 അതിന്റെ ലെവലിൽ നമുക്ക് കുറച്ചിട്ട് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് ആണ്. അത് മാത്രമല്ല ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കും പിന്നെ 90 രൂപയുടെ ആക്സസറീസും കൂടി ആഡ് ഓൺ ചെയ്തതുകൊണ്ടാണ് റേറ്റ് വരുന്നത്. നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനം പരിചയപ്പെടാം. മാരുതിയുടെ വാഗണർ. ഇത് പുതിയ വാഹനല്ലേ? അതെ 2020 മോഡലാണ്. ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ 23-24 മോഡലാണെന്ന് തോന്നുന്നു. അതെ അത്രയും നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും? അതെ ഒരു സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ഹിസ്റ്ററി കാര്യങ്ങൾ അവൈലബിലിറ്റി ഉള്ള വെഹിക്കിളാണ്. ആവറേജ് ടയർ ഉണ്ട്. അതെ ബോഡി ഷേപ്പ് കാരണം 20,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ആ ഒരു ഫിനിഷിംഗ് എന്തായാലും ഈ വഴിക്കുകളുണ്ട്. 80% ടയർ ഉണ്ടാവും. അതെ സെൻസർ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തതാണ്. ഓട്ടോമാറ്റിക് ആണ്. അതെ. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും കമ്പനി കൊടുക്കുന്നതാണ്. തർക്കേടില്ലാത്ത വാഹനമുണ്ട്. എത്ര ഇതിന് ആസ്കിംഗ് പ്രൈസ് നമ്മള് 670 ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചെയ്തിട്ട് നോക്കി പറഞ്ഞിട്ടുള്ളത്. അതെ ചെയ്യാലോ. 5-6 രൂപ വരെ നമുക്ക് ലോൺ ആയിട്ട്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു കിടുക്കാച്ച് വണ്ടി പരിചയപ്പെടാം. നല്ല ബ്ലാക്ക് കളർ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ വരുന്ന സോണറ്റിലെ. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ? വെറും 12,000 കിലോമീറ്റർ. വെറും 12,000 ഓടിയിട്ടുള്ളൂ കേട്ടോ വണ്ടി. സിംഗിൾ ഓണർ ആയിരിക്കും. സിംഗിൾ ഓണർ. ഓക്കെ. GT ലൈൻ എന്ന് പറഞ്ഞൊരു വാഹനമാണ്. ഇത് ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തുള്ള വാഹനം. ലക്ഷറി ഫീച്ചേഴ്സ് കൊടുത്തുള്ള വാഹനം. സെൻസറുകളും കാര്യങ്ങളും ക്യാമറ ഒരുപാട് വെഹിക്കിൾ ആണ്. 12,000 കിലോമീറ്റർ ആകൂടിയിട്ടുള്ളൂ. 22 മോഡൽ, ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, റിയർ വൈപ്പർ, ഡീഫോഗർ, ഡീസൽ അല്ലേ? നല്ലോണം. ഇപ്പൊ കിയന്റെ വെഹിക്കിൾസ് എടുത്ത് നോക്കിയാൽ സോണറ്റിനാണ് ഏറ്റവും കൂടുതൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡീസലില്. ഏകദേശം ഒരു 24 മൈലേജ് കമ്പനി പറയുന്നുണ്ട്. അതെ. ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ, വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC, ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ കമ്പനി കൊടുത്ത വാഹനമാണ്. ഇതിനെത്ര ആസ്കിംഗ് പ്രൈസ് നമ്മള്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1490 ആണ്. നമുക്കൊരു ചെറിയ തോതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നെഗോഷ്യബിൾ ആക്കി കൊടുക്കാൻ പറ്റും. കാരണം 12,000 കിലോമീറ്ററിൽ ഓടിയ ഒരു വെഹിക്കിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ പുത്തൻ വെഹിക്കിൾ. ഇതിന് മാക്സിമം ലോൺ ചെയ്തുകൂടാ നമുക്ക്? ചെയ്യാൻ പറ്റുമല്ലോ. ഇത് പറഞ്ഞ റേറ്റ് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കും ചെയ്യാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് 10 ദിവസത്തെ വാറണ്ടി ഇവർ തരും കേട്ടോ. ഇവർ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും കംപ്ലൈന്റ് വാഹനത്തിൻ്റെ 10 ദിവസത്തിനുള്ളിൽ ക്യാഷ് റിട്ടേൺ അങ്ങോട്ടാണ് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.